വിദ്യാഭ്യാസ വകുപ്പ് VHSC വിഭാഗം NSQ കോഴ്സായ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഗീവർഗീസ് സാമുവൽ, പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ MBBHS സ്കൂളിലെ EDS വിഭാഗം അധ്യാപകനാണ്. EDS കോഴ്സിന്റെ 2ാം യൂണിറ്റാണ് ഹൗസ് വയറിംഗ്, ടൈപ്സ് ആൻഡ് ഫോൾട്ട് റിപ്പയർ. ഇതിലെ ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ആ ഭാഗത്തിന്റെ പേര് ഇലക്ട്രിക്കൽ വയറിംഗ് കമ്പോണൻസ് ആൻഡ് ആക്സസറീസ് എന്നാണ്. എന്താണ് ഈ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ? ഈ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഒരു വീട് വയറിംഗ് നടത്തുവാൻ വേണ്ടി ആവശ്യമായി വരുന്ന എല്ലാ ഘടകങ്ങളെ ഉൾപ്പെടുത്തിയാണ് ആക്സസറീസ് എന്ന് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൺട്രോളിംഗ് ആക്സസറീസ് അഥവാ വൈദ്യുതി നിയന്ത്രണ ഘടകങ്ങളാകാം, ഔട്ട്ലെറ്റ് ആക്സസറീസ് വൈദ്യുതി പുറത്തേക്കെടുക്കുന്ന ഘടകങ്ങളാകാം, സേഫ്റ്റി ആക്സസറീസും മറ്റു ഘടകങ്ങളും ഉൾപ്പെടുന്നു. വയറിംഗ് ആക്സസറീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വിശദമായി പഠിക്കാം. ആദ്യമായി 1 കേബിൾസ്, 2 സ്വിച്ചസ്, 3 പ്ലഗ്സ്, 4 സോക്കറ്റ് ഔട്ട്ലെറ്റ്, 5 ഫ്യൂസസ്, 6 MCB, 7 ELCB, 8 RCCB, 9 RCBO. ഇതിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നത് കേബിൾസിനെ കുറിച്ചാണ്. കേബിൾസ് ആർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് പ്രൊവൈഡഡ് വിത്ത് ഇൻസുലേഷൻ. ഇൻസുലേഷനോട് കൂടിയ കറന്റ് വഹിക്കുന്ന ചാലകങ്ങളെയാണ് കേബിൾസ് എന്ന് പറയുന്നത്. സാധാരണയായി വയറിങ്ങിന് ഉപയോഗിക്കുന്ന കേബിളുകൾ 90 മീറ്റർ നീളത്തിൽ റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് ഈ കളറുകളിൽ പല സൈസുകളിൽ ലഭ്യമാണ്. ഒരു കേബിളിന് 3 ഭാഗങ്ങളുണ്ട്. അവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി കണ്ടക്ടർ, 2 ഇൻസുലേഷൻ, 3 മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. കണ്ടക്ടർ ആയി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? കോപ്പറോ അലൂമിനിയം ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കോപ്പർ ഹാസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഹയർ കണ്ടക്ടിവിറ്റി ദാൻ അലൂമിനിയം. അലൂമിനിയത്തെക്കാൾ ചാലകത കൂടിയ ലോഹമാണ് കോപ്പർ. ഇൻസുലേഷനായി സാധാരണ ഉപയോഗിച്ചു വന്നിരുന്നത് വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ആയിരുന്നെങ്കിലും ഇപ്പോൾ പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC ഉപയോഗിക്കുന്നു. PVC ഈസ് ഹാർഡർ ദാൻ റബ്ബർ. ഒരു സിംഗിൾ കോർ കേബിളിന്റെയും 3 കോർ കേബിളിന്റെയും ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. 3 കോർ കേബിളിന്റെ മുകളിലായി ഒരു ആവരണം കാണാം. ഇതിനെ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ സാധാരണ അണ്ടർഗ്രൗണ്ട് കേബിൾസിനാണ് ഉപയോഗിക്കുന്നത്. For underground cables, metallic sheath over the insulation is provided for strength and to protect it from moisture. അതായത് ജലാംശം ഉള്ളിൽ കടക്കാതെ കേബിളിനെ സംരക്ഷിക്കുന്നത് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ആണ്. അടുത്തതായി PVC ഇൻസുലേറ്റർ കേബിൾസിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ കേബിളിന്റെ സൈസ് ആണ്. അത് സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഉപയോഗിച്ച് അളന്ന് നമുക്ക് പറയാം. ഉദാഹരണമായി 1/18, 3/20, 3/22, 7/20 എന്നിങ്ങനെ. അവിടെ 1/18 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കേബിളിൽ ഒരു കണ്ടക്ടറും 18 എന്ന് പറയുന്ന നമ്പർ ഗേജ് നമ്പറും ആണ്. മറ്റൊരു രീതിയിൽ കേബിളിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അഥവാ ഛേദതല വിസ്തീർണം സ്ക്വയർ mm പറയാറുണ്ട്. അതായത് 1 mm², 1.5 mm², 2.5 mm², അങ്ങനെ. ചിത്രത്തിൽ കാണുന്നത് ഒരു സ്ട്രാൻഡഡ് കോപ്പർ കണ്ടക്ടർ കേബിളാണ്. ഇപ്പറഞ്ഞ സൈസിലുള്ള കേബിളുകളെ പരിചയപ്പെടാം. 1 mm² PVC ഇൻസുലേറ്റർ കേബിളാണ് കാണുന്നത്. 1.5 mm² PVC ഇൻസുലേറ്റർ കേബിൾ, 0.5 mm² PVC ഇൻസുലേറ്റർ കേബിൾ, 4 mm² PVC ഇൻസുലേറ്റർ കേബിൾ. രണ്ടാമത്തെ വോൾട്ടേജ് ഗ്രേഡിംഗ് അനുസരിച്ചാണ്. കേബിൾസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദേ ആർ ഡിസൈൻഡ് ടു വർക്ക്. എല്ലാ കേബിളുകളും നിർമ്മിച്ചിരിക്കുന്നത് അവ പ്രവർത്തിക്കേണ്ട വോൾട്ടേജിനനുസരിച്ചാണ്. വോൾട്ടേജ് കൂടിയാൽ കേബിളിന്റെ ഇൻസുലേഷൻ ഡാമേജ് ആകും. ഉദാഹരണമായി 250 വോൾട്ട് ബാർ 440 വോൾട്ട് ഗ്രേഡ് കേബിൾ ഈസ് സ്യൂട്ടബിൾ ഫോർ സിംഗിൾ ഫേസ് സപ്ലൈ.
650 bar for 1100 volt grade cable is suitable for medium voltages. ഈ വോൾട്ടേജ് ഗ്രേഡിംഗ് കേബിളിന്റെ മുകളിലായി നിർമ്മാതാക്കൾ ഇടവിട്ട് പ്രിന്റ് ചെയ്തിരിക്കും. കേബിൾസിന്റെ അടുത്ത സ്പെസിഫിക്കേഷൻ കറന്റ് റേറ്റിംഗിനെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ടേബിൾ ശ്രദ്ധിക്കുക. ടേബിളിൽ 1 mm² കേബിളിന്റെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി 5 ആംപിയർ, 1.5 mm² 10 ആംപിയർ, 2.5 mm² 15 ആംപിയർ, 4 mm² 20 ആംപിയർ, 6 mm² 28 ആംപിയർ, 8 mm² 36 ആംപിയർ എന്നിങ്ങനെയാണ്. ഈ കറന്റ് റേറ്റിംഗിനെ അടിസ്ഥാനമാക്കിയാണ് കേബിളുകൾ നമ്മൾ നിശ്ചയിക്കുന്നത്. അടുത്ത വയറിംഗ് ആക്സസറിയാണ് സ്വിച്ചസ്. എന്താണ് സ്വിച്ചസുകൾ? നമുക്കറിയാം, വൈദ്യുത സർക്യൂട്ടിനെ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് സ്വിച്ചസ് ചെയ്യുന്നത്. അതായത് വൈദ്യുത സർക്യൂട്ടിനെ മേക്ക് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്വിച്ച് ഇസ് എ ഡിവൈസ് യൂസ് ടു മേക്ക് ആൻഡ് ബ്രേക്ക് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഹൗസ് വയറിംഗിൽ പലതരം സ്വിച്ചസുകൾ ഉപയോഗിക്കുന്നു. ഒന്നാമതായി സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്, SPST സ്വിച്ച്. It is a two-terminal device capable of making and breaking single circuit only. അതായത് ഒരു സർക്യൂട്ടിനെ മാത്രം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സ്വിച്ചസുകളാണ് SPST സ്വിച്ച്. ഇവ നിർമ്മിച്ചിരിക്കുന്നത് പോർസലിൻ അഥവാ ബേക്കിലൈറ്റ് കൊണ്ടായിരിക്കും. അത് വർക്കിംഗ് വോൾട്ടേജ് 250 വോൾട്ടും കറന്റ് റേറ്റിംഗ് 6 ആംപിയർ മുതൽ 16 ആംപിയർ വരെ ആണ്. അടുത്തതായി സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് അഥവാ SPDT switch. It is a three-terminal device capable of making and breaking two connections from a single position. ഇത് 3 ടെർമിനലുകൾ ഉള്ള ഒരു സ്വിച്ചാണ്. ഒരു പൊസിഷനിൽ നിന്ന് 2 കണക്ഷനുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ സ്വിച്ചസുകൾ നിർമ്മിച്ചിരിക്കുന്നത് പോർസലൈനോ ബേക്ക്ലൈറ്റ് മെറ്റീരിയലോ കൊണ്ടാണ്. വർക്കിംഗ് വോൾട്ടേജ് 250 വോൾട്ടും കറന്റ് റേറ്റിംഗ് 6 ആംപിയർ ടു 16 ആംപിയറുമാണ്. ചിത്രത്തിൽ കാണുന്നത് ഒരു SPDT സ്വിച്ചാണ്. ഇതിന് 3 ടെർമിനലുകൾ നമുക്ക് കാണാം. ഇത്തരം സ്വിച്ചസുകൾ ഭിത്തിയിൽ നിന്ന് തള്ളി നിൽക്കുന്നത് കൊണ്ട് ടംബ്ലർ സ്വിച്ച് എന്നും അവ ഭിത്തിയോട് ചേർന്ന് നിന്നാൽ ഫ്ലഡ് സ്വിച്ചുകൾ എന്നും പറയുന്നു. കോളിംഗ് ബെൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് ബെൽ പുഷ് ഓർ പുഷ് ബട്ടൺ സ്വിച്ച്. ദിസ് ഇസ് എ two-terminal device with a spring-loaded button. When pushed it makes the circuit and when released it breaks the circuit. അതായത് പ്രസ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് മേക്ക് ആവുകയും കൈ റിലീസ് ആയാൽ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. സാധാരണ 6 ആംപിയർ 250 വോൾട്ട് ഗ്രേഡിലാണ് ഈ സ്വിച്ചസുകൾ നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന 6 ആംപിയർ 250 വോൾട്ട് ഫ്ലഷ് ടൈപ്പ് ബെൽ പുഷ് സ്വിച്ച് ആണ്. കൂടാതെ മോട്ടോ സ്റ്റാർട്ടറുകളുടെ ഓൺ ഓഫ് കമാൻഡ്സ് കൊടുക്കാൻ വേണ്ടിയും പുഷ് ബട്ടൺ സ്വിച്ചുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഇവിടെ റെഡ് പുഷ് ബട്ടൺ ഉപയോഗിച്ച് മോട്ടോ സ്റ്റോപ്പ് ചെയ്യും, ഗ്രീൻ പുഷ് ബട്ടൺ ഉപയോഗിച്ച് മോട്ടോ സ്റ്റാർട്ട് ചെയ്യും. അടുത്തതായി മെയിൻ സ്വിച്ചസ് അഥവാ അയൺ ക്ലാഡ് സ്വിച്ചസ്. നമുക്ക് വളരെ പരിചയമുള്ള സ്വിച്ചാണിത്. നമ്മുടെ വീടുകളിലെ വയറിംഗ് സർക്യൂട്ട് മൊത്തമായി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത്. The switch fuse unit mounted in a cast iron enclosure. അതായത് കാസ്റ്റ് അയൺ കവറിങ്ങോട് കൂടിയ എൻക്ലോഷർ ഉള്ള ഈ സ്വിച്ചിനെയാണ് നമ്മൾ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നത് ഒരു മെയിൻ സ്വിച്ച് ആണ്. അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച്. നമ്മുടെ സിംഗിൾ ഫേസ് വയറിംഗിൽ ഉപയോഗിക്കുന്ന മെയിൻ സ്വിച്ചിന്റെ പേരാണ് അയൺ ക്ലാഡ്, അയൺ കവറിങ്ങോട് കൂടിയ ഡബിൾ പോൾ സ്വിച്ച്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ വോൾട്ടേജ് ഗ്രേഡ് 250 വോൾട്ട്, കറന്റ് റേറ്റിംഗ് 16 ആംപിയർ ടു 32 ആംപിയർ. ഒരു അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ചിന്റെ ഇന്റേണൽ ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെ 2 പോളുകൾ കാണാം. ഇവയെ ബന്ധിപ്പിക്കാൻ താഴെ ഒരു ഹാൻഡിൽ വിത്ത് ലിവർ അറേഞ്ച്മെന്റ് ഉണ്ട്. ഓൺ ഓഫ് കൺട്രോൾ ഈ ഹാൻഡിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 3 ഫേസ് വയറിംഗ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന മെയിൻ സ്വിച്ച് ആണ് അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ സ്വിച്ച്, ICTP സ്വിച്ച്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് 3 ഫേസ് സർക്യൂട്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ വോൾട്ടേജ് ഗ്രേഡ് 500 വോൾട്ട്, കറന്റ് റേറ്റിംഗ് 32 ആംപിയർ ടു 125 ആംപിയർ. ഇവിടെ 3 പോളുകളുള്ള ICTP സ്വിച്ച് കാണാം. ലിവർ മുകളിലേക്ക് പ്രസ് ചെയ്താൽ സർക്യൂട്ട് ഓൺ ആകും, താഴേക്ക് പ്രസ് ചെയ്ത് സർക്യൂട്ട് ഓഫ് ആക്കാം. അടുത്തതായി ഔട്ട്ലെറ്റ് ആക്സസറീസ് എന്താണെന്ന് നോക്കാം.
നമ്മുടെ ഗാർഹിക ഉപകരണങ്ങൾ സപ്ലൈയുമായി ബന്ധിപ്പിക്കുന്നത് ഔട്ട്ലെറ്റ് ആക്സസറീസ് ഉപയോഗിച്ചാണ്. അതായത് വൈദ്യുതി പുറത്തേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്ലെറ്റ് ആക്സസറീസ് ഉപയോഗിക്കുന്നത്. ഇവയെ വാൾ സോക്കറ്റുകൾ അഥവാ സോക്കറ്റ് ഔട്ട്ലെറ്റ് എന്നും പറയും. 2-pin socket. This socket is having only 2 pins without earth connection. This socket is suitable only for double insulated appliances. അതായത് ഇലക്ട്രോണിക് അപ്ലയൻസസുകൾക്ക് സപ്ലൈ കൊടുക്കുവാൻ വേണ്ടി 2-pin സോക്കറ്റുകൾ ഉപയോഗിക്കാം. ഇവയുടെ സ്പെസിഫിക്കേഷൻ വോൾട്ടേജ് ഗ്രേഡ് 250 വോൾട്ട്, കറന്റ് റേറ്റിംഗ് 6 ആംപിയർ. ഇത്തരത്തിലുള്ള ഒരു 2-pin പ്ലഗ് സോക്കറ്റ് നമുക്ക് കാണാം. ഇവിടെ ഫേസ് ന്യൂട്രൽ കണ്ടക്ടേഴ്സ് നേരിട്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എർത്ത് കണക്ഷൻ ഉണ്ടാകില്ല. 2-pin പ്ലഗ് വളരെയധികം പരിചയമുള്ള ഒരു പ്ലഗ് ആണ് 2-pin പ്ലഗ്. 2-pin സോക്കറ്റുകളിൽ നിന്നും സപ്ലൈ എടുക്കുവാൻ വേണ്ടിയാണ് 2-pin പ്ലഗുകൾ ഉപയോഗിക്കുന്നത്. ഇവയും 6 ആംപിയർ റേറ്റിംഗ് ഉള്ളവയാണ്. അടുത്തതായി എർത്ത് പിന്നോട് കൂടിയ 3-pin സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ വയറിംഗ് സർക്യൂട്ടുകളിൽ എല്ലാ സ്വിച്ച് ബോർഡിലും 3-pin സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവ കൂടാതെ പവർ ഉപകരണങ്ങൾക്ക് വേണ്ടി മാത്രം പവർ സോക്കറ്റുകൾ അഥവാ പവർ പ്ലഗുകൾ ഉപയോഗിക്കുന്നു. ഇവ നിർമ്മിച്ചിരിക്കുന്നത് ബേക്കലൈറ്റ് ഓർ പോർസലൈൻ ബേസ് കൊണ്ടായിരിക്കും. കവറിങ് ബേക്കലൈറ്റ് മെറ്റീരിയലായിരിക്കും. വലതുവശത്ത് എൽ എന്ന ടെർമിനലും ഇടതുവശത്ത് എൻ എന്ന ടെർമിനലും മുകളിൽ ഇ എന്ന ടെർമിനലും ഉണ്ടായിരിക്കും. ഇതനുസരിച്ച് മാത്രമേ കേബിളുകൾ കണക്ട് ചെയ്യുവാൻ പാടുള്ളൂ. ചിത്രത്തിൽ കാണുന്നത് 3-pin സോക്കറ്റ് ഔട്ട്ലെറ്റ് ആണ്. മുകളിലത്തെ പിന്ന് എർത്ത് പിന്നും വലതുവശത്തേത് ഫേസ് അഥവാ എൽ, ഇടതുവശത്തേത് ന്യൂട്രൽ ആണ്. ചിത്രത്തിൽ മറ്റൊരു ചിത്രം കാണാം. ഇത് പവർ സോക്കറ്റിന് വേണ്ടിയുള്ളതാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ സോക്കറ്റുകൾക്ക് 6 ആംപിയറും പവർ സോക്കറ്റുകൾ 16 ആംപിയറും ആണ്. വോൾട്ടേജ് റേറ്റിംഗ് 250 വോൾട്ട് ആണ്. 3-pin സോക്കറ്റുകളിൽ നിന്ന് സപ്ലൈ ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലഗുകളാണ് 3-pin പ്ലഗുകൾ. ഇവ ഉപകരണങ്ങളുടെ കോഡ് വയറുമായി ബന്ധിപ്പിച്ചിരിക്കും. അവയ്ക്ക് 3 പിന്നുണ്ട്. 2 പിന്നുകൾ ഒരേ സൈസിലുള്ളതും മൂന്നാമത്തെ പിന്ന് ബിഗറും ലോങ്ങറും ആയിരിക്കും. അത് എർത്ത് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് ഒരു 3-pin പ്ലഗ് ആണ്. ഇത് അപ്ലയൻസസിന്റെ കോഡ് വയറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവയുടെ കറന്റ് റേറ്റിംഗ് സാധാരണ സോക്കറ്റുകൾക്ക് 6 ആംപിയറും പവർ പ്ലഗ് സോക്കറ്റുകൾക്ക് 16 ആംപിയറും ആണ്. അടുത്തതായി സേഫ്റ്റി ആക്സസറീസിനെ കുറിച്ച് പഠിക്കാൻ. നിങ്ങൾക്കറിയാം, വൈദ്യുത സർക്യൂട്ടുകളിൽ അമിതമായ വൈദ്യുത പ്രവാഹം ചില കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഇവയെ തടയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഫ്യൂസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ഡിവൈസ് ഇൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ. ഇവിടെ ഫ്യൂസ് വയർ ബേൺ ചെയ്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് കിറ്റ് ഫ്യൂസ് അല്ലെങ്കിൽ റീവയറബിൾ ടൈപ്പ് ഫ്യൂസ് ആണ്. ഇറ്റ് പ്രൊട്ടക്ട് ദ വയറിംഗ് സർക്യൂട്ട് ഫ്രം എക്സസ് കറന്റ് ഡ്യൂ ടു ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. ചിത്രത്തിൽ കാണുന്നത് ഒരു കിറ്റ് ഫ്യൂസ് ആണ്. അതിന്റെ ബേസും കാരിയറുമാണ് കാണുന്നത്. കാരിയർ പാർട്ടിലാണ് ഫ്യൂസ് വയർ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. Specification of a fuse. Material used is porcelain. Current rating is 16 ampere, 32 ampere up to 100 ampere. ഇപ്പോൾ മോഡേൺ വയറിംഗ് സർക്യൂട്ടുകളിൽ ഫ്യൂസസിന് പകരം ഉപയോഗിക്കുന്ന ഡിവൈസാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അഥവാ MCB. ഇത് ഒരു ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റഡ് ഇലക്ട്രിക്കൽ സ്വിച്ച് ആണ്. So MCB is a very common protective device used in domestic wiring. ഒരു സിംഗിൾ പോൾ MCBയുടെയും 2 പോൾ MCBയുടെയും ചിത്രമാണ് കാണുന്നത്. ഇവയ്ക്ക് ഒരു ഇൻകമിംഗ് ടെർമിനലും ഔട്ട് ഗോയിങ് ടെർമിനലും ഉണ്ടായിരിക്കും. So MCB is a protective device which automatically switch off when fault condition occurs. സാധാരണ കണ്ടീഷനിൽ MCBയുടെ നോബ് മുകളിലേക്ക് കണ്ടാൽ അത് ഓൺ കണ്ടീഷനാണ്. താഴേക്ക് പുൾ ഡൗൺ ചെയ്തിരുന്നാൽ അത് ഓഫ് കണ്ടീഷനായി നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സ്പെസിഫിക്കേഷൻ വോൾട്ടേജ് റേറ്റിംഗ് 240 വോൾട്ട് ബാർ 415 വോൾട്ട്, കറന്റ് റേറ്റിംഗ് 5 ആംപിയർ ടു 125 ആംപിയർ, നമ്പർ ഓഫ് പോൾസ് സിംഗിൾ പോൾ, 2 പോൾ, 4 പോൾ എക്സെട്ര. റേറ്റിംഗ് ഓഫ് MCB എപ്പോഴും കറന്റ് ക്യാരിങ് കണ്ടക്ടർ കേബിളിന്റെ റേറ്റിംഗിന് തുല്യമോ അതിനേക്കാൾ താഴെയോ ആയിരിക്കും. സാധാരണ ഹൗസ് വയറിംഗിൽ BOC ടൈപ്പ് MCBകളാണ് ഉപയോഗിക്കുന്നത്. B6, B10 എന്നിവ രേഖപ്പെടുത്തിയിരിക്കും. അതിന്റെ ലേബലുകൾ MCBയിൽ ഉണ്ടാകും. ചിത്രത്തിൽ
MCB കാണാം. MCBയുടെ നോബ് മുകളിലേക്ക് കണ്ടാൽ ഓൺ എന്നും താഴെ കണ്ടാൽ ഓഫ് കണ്ടീഷൻ എന്നും മനസ്സിലാക്കാം. വൈദ്യുത ലീക്കേജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് സംരക്ഷിക്കാനാണ് റെസിഡുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് ഡിവൈസ് ഫോർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഷോക്ക്. ചിത്രത്തിൽ ഒരു RCCB കാണാം. ഇവിടെ 2 പോൾ RCCB ആണ്. ഈ 2 പോൾ RCCB സിംഗിൾ ഫേസ് സർക്യൂട്ടിലും 4 പോൾ RCCB 3 ഫേസ് സർക്യൂട്ടിലുമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ റേറ്റിംഗ് 10 ആംപിയർ ടു 100 ആംപിയർ കറണ്ട് റേറ്റിംഗും സെൻസിറ്റിവിറ്റി അഥവാ ലീക്കേജ് കറന്റ് 30 മില്ലി ആംപിയർ മുതൽ 100 മില്ലി ആംപിയർ വരെയാണ്. ഓവർ കറന്റ്, ഷോർട്ട് സർക്യൂട്ട്, ലീക്കേജ് എന്നീ തകരാറുകൾക്ക് ഒന്നിച്ച് ഉപയോഗിക്കാവുന്ന സർക്യൂട്ട് ബ്രേക്കറാണ് റെസിഡുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ RCBO. ചിത്രത്തിൽ ഒരു RCBO കാണാം. ഒരു 2 പോൾ RCBO ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ: റേറ്റഡ് വോൾട്ടേജ് 240 വോൾട്ട്, റേറ്റഡ് കറന്റ് 6 ആംപിയർ ടു 32 ആംപിയർ, നമ്പർ ഓഫ് പോൾസ് സിംഗിൾ പോൾ പ്ലസ് ന്യൂട്രൽ, സെൻസിറ്റിവിറ്റി അഥവാ ലീക്കേജ് കറന്റ് 30 മില്ലി ആംപിയർ ടു 100 മില്ലി ആംപിയർ. ഹൗസ് വയറിംഗിൽ ഉപയോഗിക്കുന്ന ഹോൾഡിംഗ് ആക്സസറിയാണ് ലാമ്പ് ഹോൾഡേഴ്സ്. ലാമ്പ് ഹോൾഡേഴ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് എ ലാമ്പ്. വിവിധ തരത്തിലുള്ള ലാമ്പ് ഹോൾഡേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ വിളക്കുകൾ തൂക്കിയിടുവാൻ ഉപയോഗിക്കുന്ന പെൻഡന്റ് ഹോൾഡറുകൾ, വാളുകളിൽ ഉറപ്പിക്കുന്ന ബ്രാക്കറ്റ് ഹോൾഡറുകൾ, അതുപോലെ തന്നെ സീലിംഗ് ബീമുകൾ ഉപയോഗിക്കുന്ന ബാറ്റൺ ഹോൾഡറുകൾ, അവയിൽ തന്നെ ആംഗിൾ ഹോൾഡർ, സ്ട്രെയിറ്റ് ഹോൾഡർ ഇവയെ ചിത്രത്തിൽ കാണാം. ഇവയുടെ സ്പെസിഫിക്കേഷൻ 6 ആംപിയർ 250 വോൾട്ട് ആണ്. മെറ്റീരിയൽ ബ്രാസോ ബാക്ക്ലൈറ്റോ ആയിരിക്കും. മുൻപറഞ്ഞ ആക്സസറീസുകൾ കൂടാതെ ചില പൊതുവായ ആക്സസറീസുകൾ കൂടി വയറിംഗ് പൂർത്തീകരിക്കുവാൻ ആവശ്യമാണ്. അവയെ പരിചയപ്പെടാം. ആദ്യമായി സീലിംഗ് ക്ലോസ്. വീടുകളിലെ ട്യൂബ് ലൈറ്റുകൾ, സീലിംഗ് ഫാനുകൾ ഇവ ബന്ധിപ്പിച്ചിരിക്കുന്നത് സീലിംഗ് ക്ലോസ് വഴിയാണ്. ഇവയുടെ സ്ക്രൂഡ് ക്യാപ്പ് അഴിച്ചു നോക്കിയാൽ അവിടെ 2 പ്ലേറ്റുകൾ അല്ലെങ്കിൽ 3 പ്ലേറ്റുകൾ കാണാം. ചിത്രത്തിൽ ഒരു സീലിംഗ് ക്ലോസ് കാണിച്ചിരിക്കുന്നു. ഇവയുടെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ: 2 plate or 3 plate ceiling close made of porcelain or bakelite, current rating 6 ampere, voltage rating 250 volt. ഹോൾഡറുകൾ ഉറപ്പിക്കുവാനാണ് റൗണ്ട് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ PVC തേക്കൂഡ്, സൈസ് 75 or 100 mm with 25 mm thickness. ചിത്രത്തിൽ റൗണ്ട് ബ്ലോക്ക് കാണാം. ഹോൾസ് കാണുന്നത് വയർസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നടുക്കിലത്തെ ഹോൾ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാനുമാണ്. ഹൗസ് വയറിംഗിൽ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കേബിളുകൾ കൊണ്ടുപോകുന്നതിനാണ് കോൺഡ്യൂട്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇവ PVC മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇവയുടെ സൈസ് 1/2 inch, 3/4 inch, 1 inch വിത്ത് 19 mm or 20 mm or 25 mm thickness. ഇവയിലൂടെ എത്ര കേബിളുകൾ കടത്തിവിടാം എന്നുള്ളത് ടേബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1.5 mm² കേബിളിൽ കൂടി മാക്സിമം 6 കണ്ടക്ടേഴ്സ് മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ. 19 mm തിക്നെസ് ആണെങ്കിൽ ഈ ടേബിൾ നോക്കി മനസ്സിലാക്കുക. PVC കോൺഡ്യൂട്ട് പൈപ്പുകൾ വളയാതെ ഇടയ്ക്കിടയ്ക്ക് ജംഗ്ഷൻ ബോക്സുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവയുടെ സൈസും 1/2 inch, 3/4 inch, 1 inch, തിക്നെസ് 19, 20 or 25 mm. 1-way, 2-way or 3-way ജംഗ്ഷൻ ബോക്സുകളാണ് കാണുന്നത്. ഇവയെ ഇൻസ്പെക്ഷന് വേണ്ടി കേബിളുകളെ നിരീക്ഷിക്കാനും ഇവ ഉപയോഗിക്കാം. PVC കോൺഡ്യൂട്ട് പൈപ്പുകൾ ഭിത്തിയുമായി ഉറപ്പിക്കുവാനാണ് സാഡിൽ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. ഇവ PVC കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. 19 mm, 25 mm ആണ് ഇവയുടെ സൈസ്. ചിത്രത്തിൽ കാണുന്നത് PVCയും മെറ്റൽ ക്ലിപ്പുകളുമാണ്. സാഡിൽ ക്ലിപ്പുകൾ ഭിത്തിയുമായി ഉറപ്പിക്കുന്നത് സ്ക്രൂസ് ഉപയോഗിച്ചാണ്. കൂടാതെ ഹോൾഡേഴ്സ് ഉറപ്പിക്കാനും വിവിധ തരത്തിലുള്ള സ്ക്രൂകൾ ഉപയോഗിക്കുന്നു. ഇവയുടെ സൈസ് 1/2 inch, 3/4 inch, 1 inch. സ്വിച്ചസുകൾ ഉറപ്പിക്കുന്നതിനാണ് സ്വിച്ച് ബോർഡുകൾ ഉപയോഗിക്കുന്നത്. PVC മെറ്റീരിയലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. 4x4, 4x6, 4x8, 6x6 ഇങ്ങനെ പല സൈസുകളിൽ സ്വിച്ച് ബോർഡുകൾ അവൈലബിൾ ആണ്. ആധുനിക സർക്യൂട്ടുകളിൽ സ്വിച്ച് ബോർഡുകൾ മോഡുലാർ സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. അവ കണക്ട് ചെയ്യുന്നതിന് മോഡുലാർ സ്വിച്ച് ബോർഡുകൾ ഉപയോഗിക്കുന്നു.
ഹൗസ് വയറിങ്ങിലെ വിവിധ സർക്യൂട്ടുകൾ മെയിൻ സ്വിച്ചുമായി ബന്ധിപ്പിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അഥവാ DB വഴിയാണ്. ചിത്രത്തിൽ കാണുന്നത് ഒരു DB ആണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ ഓർ ഷീറ്റ് സ്റ്റീൽ കൊണ്ടാണ്. ഇതിനുള്ളിൽ ഫേസ് ന്യൂട്രൽ കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്യാനുള്ള ബസ് ബാർ അറേഞ്ച്മെന്റ് ഉണ്ട്. ഫേസ് കണ്ടക്ടർ കണക്ട് ചെയ്യുന്ന ബസ് ബാറിനെ ലൈവ് ബസ് ബാർ എന്നും ന്യൂട്രൽ കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്യുന്ന ബസ് ബാറിനെ ന്യൂട്രൽ ബസ് ബാർ എന്നും പറയുന്നു. കൂടാതെ MCB, RCCB ഇവ കണക്ട് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനുകളുണ്ട്. കൂടാതെ എർത്തിങ് ലിങ്കും ഉൾക്കൊള്ളുന്നു. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ സ്പെസിഫിക്കേഷനായി സിംഗിൾ ഫേസ് 15 ആംപിയർ പെർ വേ, 250 വോൾട്ട്, 2 വേ, 4 വേ, 6 വേ, 8 വേ, 12 വേ അങ്ങനെ 12 സർക്യൂട്ടുകൾ വരെ എടുക്കാം. ഹൗസ് വയറിങ്ങിൽ എർത്തിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളെ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് തന്നെ. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിത്രത്തിൽ കാണാം. എർത്ത് ഇലക്ട്രോഡ്, എർത്ത് വയർ എന്നിവ കാണുന്നു. ഇവയുടെ സ്പെസിഫിക്കേഷൻ: എർത്ത് ഇലക്ട്രോഡ് 2.5 മീറ്റർ ലോങ് ആൻഡ് 38 mm diameter, കോപ്പർ ഓർ GI പൈപ്പ്. എർത്ത് ലീഡ് ആയിട്ട് ബെയർ കോപ്പർ, ഇൻസുലേഷൻ ഇല്ലാത്ത കോപ്പർ വയർ 8 SWG ആണ് ഉപയോഗിക്കുന്നത്. ചാർക്കോൾ ആൻഡ് സോൾട്ട് റെഡ്യൂസർ 38 mm x 19 mm, ഫണൽ വിത്ത് വയർ മെഷ്. ഇവയുടെ ഡീറ്റെയിൽഡ് സ്റ്റഡി പിന്നീട് ഉണ്ടാകും. ലാമ്പ് ആക്സസറീസ് ആയ സാധാരണ ഫ്ലൂറസെന്റ് ലാമ്പുകൾ, LED ട്യൂബുകൾ, LED ബൾബുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ഇവയെല്ലാം തന്നെ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ലാമ്പ് ആക്സസറീസ് ആണ്. ഇവയുടെ സ്പെസിഫിക്കേഷൻ: ഫ്ലൂറസെന്റ് ലാമ്പ് 20 watts to 80 watts, LED ട്യൂബ് 20 watts, LED ബൾബ് 3 watts to 15 watts. ഇതുവരെ പഠിച്ചു വന്നത് വയറിംഗ് ആക്സസറീസിനെ കുറിച്ചാണ്. ഇനിയും വയറിംഗ് നടത്തുമ്പോൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം എന്ന് മനസ്സിലാക്കാം. അതിന് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് ഓൺ ഇലക്ട്രിക്കൽ വയറിംഗ് ഓർ IE റൂൾസ് എന്ന് പറയും. ആദ്യമായി, the current rating of the conductor should be as per requirement of the load. ലോഡ് എടുക്കുന്ന കറന്റിനെ ആശ്രയിച്ചിരിക്കും കേബിളുകളുടെ കറന്റ് റേറ്റിംഗും. കേബിളുകൾ സെലക്ട് ചെയ്യേണ്ടത് ഈ നിയമം അനുസരിച്ചാണ്. അടുത്തതായി, all switches should be connected through live wire. എല്ലാ സ്വിച്ചസും ഫേസ് വയറിൽ മാത്രമേ കണക്ട് ചെയ്യാവൂ. അടുത്തതായി, the switchboard should be fixed at a height of 1.5 meters from ground level. തറ നിരപ്പിൽ നിന്നും 1.5 മീറ്റർ ഉയരത്തിലായിരിക്കണം സ്വിച്ച് ബോർഡുകൾ ഉറപ്പിക്കേണ്ടത്. അടുത്തതായി, 3 ഫേസ് സപ്ലൈ ഉള്ള സ്ഥലങ്ങളിൽ റെഡ്, യെല്ലോ, ബ്ലൂ ഇവ ഫേസ് വയറിനും ന്യൂട്രലിന് ബ്ലാക്ക് കളറും എർത്തിന് ഗ്രീൻ കളർ ഉപയോഗിച്ച് വേണം വയറിംഗ് നടത്തുവാൻ. അടുത്തതായി, കേബിളിന്റെ സൈസിനെ കുറിച്ചാണ്. ഏറ്റവും കുറഞ്ഞത് 1 സ്ക്വയർ mm കോപ്പർ വയറോ അല്ലെങ്കിൽ 1.5 സ്ക്വയർ mm അലുമിനിയം വയറിൽ താഴെയുള്ള കേബിളുകൾ ഉപയോഗിക്കുവാൻ പാടില്ല. വയറിംഗ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അതിനെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കണം. ആ ലീക്കേജ് കറന്റ് പെർമിസിബിൾ ലിമിറ്റിനുള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്തതായി, ഡൊമസ്റ്റിക് വയറിംഗിൽ 3-pin പ്ലഗുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം 3-pin പ്ലഗുകളിൽ എർത്ത് പിൻ ഉള്ളതുകൊണ്ട് സേഫ്റ്റിക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. സീലിംഗ് ഫാനുകൾ തറ ലെവലിൽ നിന്നും 2.25 മീറ്റർ ഉയരത്തിലായിരിക്കണം ഉറപ്പിക്കേണ്ടത്. ഓരോ സർക്യൂട്ടിലെയും ഫേസ് കണ്ടക്ടറുകൾ സർക്യൂട്ട് ബ്രേക്കറോ ഫ്യൂസുമായോ ബന്ധിപ്പിച്ചിരിക്കണം. ഓരോ സർക്യൂട്ടിലും അതിൻ്റെതായ സ്വിച്ചസുകൾ ഉണ്ടായിരിക്കണം. ഒരു ബിൽഡിങ്ങിൽ ലൈറ്റ് വയറിങ്ങും പവർ വയറിങ്ങും സെപ്പറേറ്റ് ആയിരിക്കണം. അതായത് ലൈറ്റും ഫാനും അടങ്ങുന്ന സർക്യൂട്ടുകൾ ഒന്നിച്ചും പവർ സർക്യൂട്ടുകൾ സെപ്പറേറ്റുമായി കൊടുത്തിരിക്കണം. അങ്ങനെ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ടിൽ 800 വാട്ട്സ് അഥവാ 10 പോയിന്റ് ലൈറ്റ് സർക്യൂട്ടിനും പവർ സർക്യൂട്ടിൽ 3000 വാട്ട്സ് അഥവാ 2 പോയിന്റിൽ കൂടുതലാകുവാൻ പാടില്ല. പിന്നീട് വയറിംഗ് സർക്യൂട്ടുകൾ മോഡിഫൈ ചെയ്യുമ്പോൾ 20% ലോഡ് കൂടി അധികമായി കൊടുക്കത്തക്ക രീതിയിൽ വേണം സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുവാൻ. അയൺ റാഡ് കവറിങ്ങോട് കൂടിയ മെറ്റൽ ബോഡിയുള്ള എല്ലാ ഭാഗങ്ങളും, അതായത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ മെറ്റൽ കവറിംഗ്, മെയിൻ സ്വിച്ചിന്റെ മെറ്റൽ കവറിംഗ് തുടങ്ങിയവ എർത്തുമായി ബന്ധിപ്പിച്ചിരിക്കണം. ന്യൂട്രൽ വയറിൽ സ്വിച്ചോ ഫ്യൂസ് മീറ്റുകളോ കണക്ട് ചെയ്യുവാൻ പാടില്ല. 15ഓളം നിയമങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവയോടൊപ്പം തന്നെ മറ്റ് നിയമങ്ങളുണ്ട്. ഡീറ്റെയിൽഡ് സ്റ്റഡി പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നടത്താവുന്നതാണ്. ഇനിയൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച വയറിംഗ് ആക്സസറീസിനെ ആസ്പദമാക്കിയാണ്
ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ചാർട്ടിൽ സീരിയൽ നമ്പർ, ആക്സസറിയുടെ പേര്, സ്പെസിഫിക്കേഷൻ, ആ ആക്സസറിയുടെ പിക്ചർ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒട്ടിക്കുക. അടുത്തതായി നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇലക്ട്രീഷ്യനെ പരിചയപ്പെട്ട് അവർ പാലിക്കുന്ന വയറിംഗ് നിയമങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയി അവിടെയുള്ള വയറിംഗ് ആക്സസറീസിന്റെ പേരും അവയുടെ വിലയും അടങ്ങുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. പോർട്ട്ഫോളിയോ വർക്ക് അസസ്മെന്റ് ഭാഗമായി ഫയലിൽ ഉൾപ്പെടുത്തുക.